ഞാൻ ഇത്രയും തുറന്ന് സംസാരിക്കാറില്ല. താങ്കളുടെ മനോഹരമായ ചോദ്യത്തിന് മുൻപിൽ ഞാൻ ഇമോഷണലായി പല കാര്യങ്ങളും തുറന്നു പറയുകയാണ്. ഈ അടുത്ത വി.ഡി. സതീശന്റെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി പറയുന്ന ഒരു ഡയലോഗായിരുന്നു ഇത്. ഇപ്പൊ ഈ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു കൃത്യമായിട്ടുള്ള PR ആണ്. അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് വി.ഡി. സതീശൻ ചെയ്ത ഒരു പോഡ്കാസ്റ്റ് ആണിത്. അല്ലെങ്കിൽ ഇതിന്റെ ഷാരിഖ് ഷംസുദ്ദീൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരാം എന്നുള്ളത്. ആ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ ഇതൊരു PR തന്നെയല്ലേ? ഒരിക്കലും PR ആണ്. എന്താണ് PR എന്നതുകൊണ്ട് ആദരം ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊമോഷൻ, എനിക്ക് പറയാനുള്ള ഒരു സാധനങ്ങളൊക്കെ എതിർക്കപ്പെടാതെ അങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിന് പണം ആവശ്യം കൊടുക്കണമെന്ന് ലിഖിത നിയമങ്ങളുണ്ടോ, അലിഖിത നിയമങ്ങളുണ്ടോ? ഇത് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണം കൊടുത്ത് PR ചെയ്തു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് പണം കൊടുത്ത് PR ചെയ്യാൻ പറ്റില്ല? മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി PR ചെയ്യാനുള്ള ഏജൻസികൾക്ക്, ക്യാമറാമാൻമാർക്ക്, എഡിറ്റർമാർക്ക് ശമ്പളം പോകുന്നത് പൊതുഖജനാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അത് ചോദിക്കേണ്ടി വരുന്നത്. പക്ഷേ ഷാരിഖിന്റെ വാക്കുകളിൽ കൃത്യമായിട്ട് അവസാനം എടുത്ത ഒരു പൊളിറ്റിക്കൽ ലീഡർ ആരാണ്? ഇന്റർവ്യൂ എടുത്ത പൊളിറ്റിക്കൽ ലീഡർ ആരാണ്? ഞാൻ എടുത്തത് പി.സി. ജോർജിനെ. പി.സി. ജോർജ് എത്ര രൂപ തന്നു? പി.സി. ജോർജ് പി.സി. ജോർജ് ഒന്നും തന്നിട്ടില്ല. പി.സി. ജോർജിനോട് എത്ര പി.സി. ജോർജിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? അതിന് അത്യാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അതിൽ ആദ്യം ഒന്നെങ്കിൽ പറയും എനിക്ക് ഇതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്നിട്ട് പുള്ളി തന്നെ സ്കിപ്പ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ അതിശക്തം പോഡ്കാസ്റ്റ്, അതാണ് ആ പോഡ്കാസ്റ്റിന്റെ പേര്. അതിൽ ഒരു കോൺഗ്രസ് അനുകൂല കണ്ടന്റുകൾ പോകുന്ന ഒരു പോഡ്കാസ്റ്റ് ഒന്നുമില്ല. വളരെ മനോഹരമായി പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ അതിശക്തം പോഡ്കാസ്റ്റ്. അതിൽ വി.ഡി. സതീശന്റെ മനോഹരമായ ഒരു ഇന്റർവ്യൂ വന്നു. ഞാൻ ആ ഫുൾ എപ്പിസോഡുകളും കുത്തിയിരുന്ന് കണ്ട ഒരാളാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിനോട് മാനസികമായി എനിക്കൊരു ഇഷ്ടമുള്ള ഒരു നേതാവാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കേരളത്തിലെ 10-20 നേതാക്കന്മാരുടെ ഒരാളുടെ പേര് വി.ഡി. സതീശൻ എന്നാണ്. അത് ഇടതുപക്ഷത്തുനിന്നുണ്ട്, വലതുപക്ഷത്തുനിന്നുണ്ട്, BJP യിൽ നിന്നുണ്ട്. പിന്നെ അത് പ്രസന്റ് ചെയ്തൊരു രീതി, നല്ല ചോദ്യങ്ങൾ, നല്ല ഉത്തരങ്ങൾ. അവിടെ പ്രതിപക്ഷ നേതാവിനെ ഡിഫെൻഡ് ചെയ്യാൻ അവതാരകൻ ശ്രമിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഓവറായി കയറി ഇടപെടാൻ അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടിരിക്കുകയും ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം ആ പോഡ്കാസ്റ്റ് കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ബയാസ്ഡ് ആയിട്ടാണെന്ന രീതിയിലാണെന്ന് തോന്നി. കാരണം ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മളൊന്ന്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് പുള്ളി പറയുന്നുണ്ട്, എനിക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് അല്ലെങ്കിൽ പുള്ളിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾക്ക് പുള്ളി സംസാരിക്കുന്നതിന്റെ ബാക്കിയായിട്ട് അതിന്റെ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും അതിന്റെ ബാക്കി അത് കൗണ്ടർ ചെയ്യുന്നത് അങ്ങനെ ഒരു പരിപാടിയല്ല. അത് ബഹുമാനപ്പെട്ട നമ്മുടെ 24-ലെ ഹാഷ്മി താജുദ്ദീൻ നയിക്കുന്ന മറ്റേ എന്താണ് ജയിലിക്കറ്റ് നിർത്തിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ജനകീയ കോടതിയല്ല, മറ്റേ അരുൺകുമാറിന്റെ മീറ്റ് എഡിറ്റേഴ്സിനുണ്ടാകുന്ന പരസ്പരമുള്ള ചർച്ചകളും ചോദ്യം ചെയ്യുന്ന പരിപാടികളും ഉണ്ട്. അത്തരത്തിലുള്ളൊരു പരിപാടിയൊന്നുമല്ല. സൗഹൃദമായ അന്തരീക്ഷത്തിൽ ഒരാളുടെ വിഷൻ, തനിക്ക് അധികാരം ലഭിച്ചാൽ, തൻ്റെ മുന്നണിക്ക് അധികാരം ലഭിച്ചാൽ എന്ത് ചെയ്യുമെന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ വിഷൻ പറയുന്ന ഒരു പരിപാടിയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പറയുന്ന ഒരു പരിപാടിയാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് പറയുന്ന ഒരു പരിപാടിയാണ്. നോക്കൂ, ഞാൻ അവസാനമായി എടുത്ത ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഇന്റർവ്യൂ, രണ്ടുപേരുടെ പേര് പറയാം. ഒന്ന്, KN ഉണ്ണികൃഷ്ണൻ MLA. KN ഉണ്ണികൃഷ്ണൻ MLA ആരാണ്? വൈപ്പിൻ MLA ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ വലതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് വലിയ തോതിൽ അദ്ദേഹത്തെയും മറ്റൊരു വനിതാ നേതാവിനെയും ചേർത്തുകൊണ്ട് ഇക്കിളിക്കഥകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നപ്പോൾ ഓൺലൈൻ ചാനലുകളിൽ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം അദ്ദേഹം ബൈറ്റ് കൊടുത്തിരുന്നു. ആകെ ഇന്റർവ്യൂ കൊടുത്ത ഒരേ ഒരു മാധ്യമപ്രവർത്തകൻ ഞാനാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ എനിക്ക് വേണമെങ്കിൽ അവിടെ പോയിരുന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം, നിങ്ങളും ഇന്നയാളും തമ്മിലുള്ള ലൈംഗിക കഥകൾ പുറത്തു വന്നു, എന്തൊക്കെ ചോദിക്കാം? സ്വാഭാവികമായി എന്നെ കുറിച്ച് എന്റെ സ്ഥിരം പ്രേക്ഷകർ പറയുന്ന ഒരു പറച്ചിലെന്ന് പറഞ്ഞാൽ ഞാനൊരു അവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കൊങ്ങി മാധ്യമ പ്രവർത്തനാണെന്ന് പറയാറുണ്ട്. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ബേസിക്കലി എന്റെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് എല്ലാവരെയും കയറി ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന ഒരാളല്ല. എനിക്ക് വേണമെങ്കിൽ പല ചോദ്യങ്ങൾ KN ഉണ്ണികൃഷ്ണനോട് ചോദിക്കാമായിരുന്നു. ഞാൻ ചോദിച്ചില്ല. ഞാൻ വളരെ മനോഹരമായി അവിടെ ഇരുന്നു. ആ ഇന്റർവ്യൂ അവസാനിപ്പിച്ചപ്പോൾ വൈപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, വൈപ്പിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഇനി അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്ന സ്വപ്നങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകളുടെ മകൻ മരണപ്പെട്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടി സുഖമില്ലാതിരുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് സുഖമില്ലാതിരുന്നു എന്ന് ഇവരറിയുന്ന ആ സമയങ്ങളിലാണ് ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം വരുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ രാഷ്ട്രീയ ലോകം അദ്ദേഹത്തിനോട് ഇതൊരു ചതിയുണ്ട്. ഈ ഒരു വിഷയമല്ല ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ഞാൻ പറയാതെ പറഞ്ഞു പോയതാ. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തതാണ്. എനിക്ക് അനുവദിച്ച സമയം 1 മണിക്കൂറാണ്. കോട്ടയത്ത് MLA ഓഫീസ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അടിയന്തരമായ ഒരു ആവശ്യം വരികയും 10 മിനിറ്റിൽ ഈ ഇന്റർവ്യൂ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലിരുന്നു. 5 മിനിറ്റാണ് ഞങ്ങൾക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ കിട്ടിയ സമയം. 10 മിനിറ്റിൽ ഇന്റർവ്യൂ തീർക്കണം. 10 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഇന്റർവ്യൂ 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാർ 20 മിനിറ്റ് ആയി, സമയമുണ്ടോ?
അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ 10 മിനിറ്റ് അധികം എടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാർ എനിക്കൊരു 1 മണിക്കൂർ സമയം തരാമോ? അപ്പോൾ പറഞ്ഞ് നിനക്ക് ഞാൻ 1 മണിക്കൂർ തരാം. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. കാരണം എൻ്റെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, എൻ്റെ ചോദ്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താത്തത് കൊണ്ടാണ് എനിക്ക് ആ സമയം അവിടെ അനുവദിച്ച് കിട്ടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങളിൽ ബാക്കിയായ അദ്ദേഹം കോട്ടയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മോശം വികസന പ്രവർത്തനം എന്ന് പറയുന്ന ആ ആകാശപാത അടക്കമുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ചോദിച്ചു എന്ന് ഞാൻ വിലയിരുത്തുന്നതാണ്. എനിക്കും അത് ഹേർട്ടാക്കിയതായി തോന്നിയില്ല, അദ്ദേഹത്തിന് ഹേർട്ടായതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് വീണ്ടും എനിക്ക് സമയം വെച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് 1 മണിക്കൂർ കിട്ടിയതാണ്. പക്ഷേ എനിക്ക് വേണ്ടുന്നത് എൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തെ 1 മണിക്കൂർ വേണം. എന്തിനാണ്? ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയാണ്. ഞാൻ ആ പോഡ്കാസ്റ്റ് കഴിഞ്ഞ് റിലീസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ അതിശക്തം പോഡ്കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ രോഹിത് പണം വാങ്ങിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്തത് എന്ന് വേണമെങ്കിൽ കോട്ടയത്തെ ഇദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിക്കോ CPMന്റെ സ്ഥാനാർത്ഥികൾക്കോ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോ എന്ത് ചെയ്യാൻ പറ്റും? പ്രചരിപ്പിക്കാൻ പറ്റും. നാളെ VD സതീശന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആതിരയ്ക്ക് കിട്ടുകയാണെങ്കിൽ, ആതിര എത്ര രൂപ വാങ്ങും? പക്ഷെ ആ ചോദ്യങ്ങൾക്കൊരു രീതി, അത് അദ്ദേഹത്തിന്റെ രീതിയല്ലേ? അതൊരു മാധ്യമ സ്ഥാപനമൊന്നുമല്ല, അതൊരു പോഡ്കാസ്റ്റ് ആണ്. അതിനൊരു എഡിറ്റോറിയൽ പോളിസി ഒന്നുമില്ല. അദ്ദേഹം അതിനുശേഷം പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വെളുപ്പിച്ച് കാണിക്കൽ രീതിയിലേക്ക് പോയി. അല്ല, കുറെ അധികം പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ തന്നെ പല ഭരണത്തെ പറ്റിയും പല കാര്യങ്ങളും എല്ലാം തുറന്നു പറയാം. രമേശ് ചെന്നിത്തല ഒരു 4-5 പോഡ്കാസ്റ്റ് നടത്തിയായിരുന്നു, കണ്ടായിരുന്നു? ഇതിനേക്കാൾ എന്താണ് രസകരമായി പോയ ഒരു പോഡ്കാസ്റ്റ് രമേശ് ചെന്നിത്തല. VD സതീശന്റെ പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതിന്റെ കാരണം എന്താണ്? ഇത് VD സതീശന് PR ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. ഇനി അത് ചിലപ്പോൾ പണത്തിന് വേണ്ടി ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ആ നേതാവുമായി ഒരു അടുപ്പം സ്ഥാപിക്കാൻ ചെയ്യുന്നതാകാം, അതല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ഇവർക്കുള്ള താല്പര്യം കൊണ്ട് ചെയ്യുന്നതാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ എന്നോട് VD സതീശൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കും. പിണറായി വിജയൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കും. ഞാൻ തയ്യാറാണ്. അതിന് പണം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് ഈ വണ്ടി ഓടിച്ചു പോകുന്നത്. മുരളീധരൻ്റെ ഇന്റർവ്യൂ നമ്മൾ നേഷൻ ഫസ്റ്റ് എടുത്തു. ആതിര സോഴ്സ് ചെയ്ത ഇന്റർവ്യൂ ആണ്, ഞാനാണ് പോയി എടുത്തത്. നമ്മൾ എത്ര രൂപ വാങ്ങി മുരളീധരൻ്റെ കയ്യിൽ നിന്ന്? വാങ്ങിയിട്ടില്ല. ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ആതിര ഇന്റർവ്യൂ എടുത്തു, പന്ന്യൻ രവീന്ദ്രൻ്റെ ഇന്റർവ്യൂ, എത്ര രൂപ വാങ്ങി? അപ്പോൾ അപ്പുറത്തെ ചാനലുകാരനെ ആരോപിക്കാലോ ഇത് PR ആണെന്ന്. ഇതെങ്ങനെയാണ് PR ആവുന്നതെന്ന് അറിയുമോ? ഇപ്പം ഞാൻ പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന പല വീഡിയോകളുടെയും റീല് കട്ട് ചെയ്ത് അവരുടെ പേജുകളിൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ വെച്ചിട്ട് BJPയുടെ സൈബർ സംവിധാനത്തെക്കുറിച്ച് ഞാനും യദു നാരായണനും കൂടി നേഷൻ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തു. അതിൽ BJP ഇപ്പോൾ കാണിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് എതിർത്തുകൊണ്ട് തന്നെ, എന്നാൽ അവർ ഉയർത്തി വെച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വരാഹി എന്ന് പറയുന്ന ഏജൻസിയൊക്കെ വെച്ചുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. LDFും UDFും NDAയും BJPയും എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തായിരുന്നു ഞങ്ങളുടെ വിഷയം. ഈ വീഡിയോയുടെ ക്ലിപ്പുകളിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്ത് അർജുൻ സി മനജിന്റെ ചാനലിൽ നിന്ന് അവൻ്റെ കുറച്ച് ക്ലിപ്പ് എടുത്തു വെച്ച് 1-2 മുഖ്യധാരാ മാധ്യമങ്ങളിലെ ക്ലിപ്പ് എടുത്തു വെച്ചിട്ട് മോഡിപ്പട എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ BJPയുടെ സോഷ്യൽ മീഡിയ വിങ്ങിനെ കുറിച്ച് അവരൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിടുക. ഇത് കാണുന്ന ഈ കളികൾ അറിയാത്തൊരു സാധാരണക്കാരൻ വിചാരിക്കുന്നത് എന്താണ്? ഞാനും യദു നാരായണനും അർജുൻ സി മനജും ഒക്കെ BJPക്ക് വേണ്ടി PR ചെയ്താണെന്ന് തോന്നും. ഇവിടെ അതിശക്തം പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നു. തൊട്ടു പിന്നാലെ അതിൻ്റെ റീലുകൾ, അതിൻ്റെ ഷോർട്സുകൾ ഒക്കെ വലത് സൈബർ ഇടങ്ങളിലേക്ക് പ്രചരിക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രചരിപ്പിക്കപ്പെട്ട ഈ വലത് സൈബർ ഇടങ്ങൾ പല രീതിയിലുണ്ട്. അത് ഇടതിലുമുണ്ട്, BJPയിലുള്ള അങ്ങനെ പലതില്ലാത്തത്. VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന, VD സതീശന്റെ ടീം മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ VD സതീശന് വേണ്ടി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം പ്ലാറ്റ്ഫോമുകൾ. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ലീഡർ RC പോലെ കുറേ പേജുകൾ, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി, KC വേണുഗോപാലിന് വേണ്ടി കുറേ പേജുകൾ, അങ്ങനെ ഓരോ ശശി തരൂരിന് വേണ്ടി കുറേ പേജുകൾ തുടങ്ങി ഇങ്ങ് താഴെ ഒരു ബൂത്ത് പ്രസിഡന്റിന് വേണ്ടി വരെ സോഷ്യൽ മീഡിയ PR പ്ലാറ്റ്ഫോമുകളുള്ള ബൂത്ത് പ്രസിഡന്റ് വരെ എനിക്കറിയാം. ഇപ്പോൾ ഇലക്ഷൻ ടൈമൊക്കെയാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പണ്ട് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴും നാട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു പാർട്ടി പരിപാടി ഉണ്ട്, വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി അവരോടൊക്കെ സംസാരിക്കും, 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലിടും. അപ്പോൾ അതിൻ്റെ അടിയിൽ ആദ്യം വരുന്ന കമന്റ്, ഞങ്ങളുടെ നാട്ടിലെ സഖാക്കന്മാരുടെ കമന്റ് വരും, ഇലക്ഷനൊക്കെ അടുത്തല്ലയോ, അവരുടെ വിചാരം ഞാൻ വീണ്ടും ഇലക്ഷൻ മത്സരിക്കാൻ ചെല്ലുന്നു എന്ന ചിന്തയിലാണ് ഞാൻ ഈ ഫോട്ടോ ഇടുന്നത്. ശരിക്കും അങ്ങനെ ഒരു രീതിയില്ലേ? എങ്ങനെ ആ ഒരു ചില ഇലക്ഷനോട് എടുക്കുന്ന സമയത്ത് പ്രത്യേകതരമായിട്ട് അലിഗേഷൻസ് പുറത്തേക്ക് വരിക, സ്വാഭാവികമായിട്ടുണ്ട്. എവിടെയാണ് ഇല്ലാത്തത്? ഉണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ അവർക്ക് ആ സംശയം വരുന്നത്. അത് ഇടതുപക്ഷത്തിനുണ്ട്, വലതുപക്ഷം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CPMന്റെ, ഇടതുപക്ഷത്തിന്റെ CPMന്റെ പഞ്ചായത്ത് മെമ്പർ, CPIയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ബിയുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, 4 പേരും കൂടി ചേർന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, വികസനപാതയിൽ മേലില്ല പഞ്ചായത്ത്.
ഞാൻ നോക്കുമ്പോൾ അവർ ഉദ്ഘാടനം ചെയ്ത് എന്താണെന്നറിയാമോ, ഈ പനമ്പള്ളി നഗറിലും ആലുവയിലും ഒക്കെ നടന്നു പോകുമ്പോൾ മറ്റേ കുപ്പി ഇടാൻ വേണ്ടി കുപ്പിയുടെ ആകൃതിയിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കാര്യത്തെ ഫോട്ടോ ഇട്ടേക്കാണ്, കുപ്പി ഇടുന്ന ഒരു സാധനം കൊണ്ടുവച്ചിട്ട് 5 നേതാക്കന്മാർ നിന്നിട്ടൊരു ഫോട്ടോ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് PR. അപ്പോ വി.ഡി. സതീശൻ ഇത് PR തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? അല്ല, വി.ഡി. സതീശൻ എന്നല്ല, അതിവിടെ നടക്കുന്നതാണ്. അതിനർത്ഥം ഈ പോഡ്കാസ്റ്റ് ചെയ്ത അതിശക്തം പോഡ്കാസ്റ്റിന് പണം കൊടുത്ത വീഡിയോ എടുപ്പിച്ചു എന്നുള്ളതല്ല. അവിടെ വന്നൊരു വീഡിയോയെ കട്ട് ചെയ്ത് അവരുടെ പേജുകളിൽ അവർ ഷെയർ ചെയ്തു. അത് സ്മാർട്ട് വർക്ക്. ഇന്നിന്റെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ അയാളെ എങ്ങനെ ഈ ഷെയർ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കും ചില ചോദ്യങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായിട്ട് വി.ഡി. സതീശൻ കുറേയധികം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സാധാരണ ഇത് ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾക്കാരാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രതിപക്ഷത്തെ ആൾക്കാർ ഇതിന് മാനേജ് ചെയ്യുന്ന എങ്ങനെയായിരിക്കാം, ഇതെങ്ങനെയായിരിക്കാം ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ഒരു ഇത് പുള്ളിയെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലല്ല. ഇതൊരു സ്വാഭാവികമായ അവിടെ അത് ചോദിക്കാനുള്ള ബോധ്യം ഈ പറയപ്പെടുന്ന പോഡ്കാസ്റ്റ് ചെയ്യുന്ന അയാൾക്കുണ്ടെങ്കിൽ അയാൾ രാഷ്ട്രീയത്തിൽ ശോഭിക്കില്ലേ? അദ്ദേഹത്തിന്റെ അറിവ് പരിമിതമാകാം, അദ്ദേഹത്തിന്റെ രീതി അതായിരിക്കില്ല. ഇപ്പൊ ഞാൻ ഒരാളെ ഇന്റർവ്യൂ എടുക്കുന്ന രീതി ആയിരിക്കില്ല അതിലെടുക്കുക, അതായിരിക്കില്ല ഇവിടെ മറ്റൊരാൾ എടുക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതാണ്. ഞാൻ KN ഉണ്ണികൃഷ്ണൻ MLA ഇന്റർവ്യൂ എനിക്ക് കിട്ടി. ഞാൻ വളരെ കംഫർട്ട് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ എന്നും അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ട് എന്ന ബോധ്യത്തിലാണ് അദ്ദേഹം എനിക്ക് ഇന്റർവ്യൂ അനുവദിച്ചത്. അദ്ദേഹം എന്നോട് ഇന്റർവ്യൂ കഴിഞ്ഞു പറഞ്ഞു, ഞാൻ ഒരാൾക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, രോഹിത്തിന് മാത്രമാണ് ഇന്റർവ്യൂ തരുന്നത്. അത് എന്നോടുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. എനിക്ക് തിരുവഞ്ചൂർ 10 മിനിറ്റ് അനുവദിച്ചിട്ട് പിന്നീട് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരിക്കാമെന്ന് എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ രാവിലെ എനിക്കൊരു വിളി വന്നു, ഒരു ഫോൺ വിളി വന്നു, പരവൂരിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു, വി.ഡി. സതീശന്റെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 4 വീടുകളുടെ തറക്കല്ലിടുന്നു. ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ വരാം, റിപ്പോർട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് പ്രതിപക്ഷ നേതാവുമായി ഒരു ഇന്റർവ്യൂ വേണം. അപ്പം പറഞ്ഞു 1 അരമണിക്കൂർ അതിനുശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള. എനിക്കതല്ല വേണ്ടത്, നിങ്ങൾ അതിശക്തം പോഡ്കാസ്റ്റിന് കൊടുത്തതുപോലെ എനിക്കൊരു 1 മണിക്കൂർ സമയം വേണം, തീർച്ചയായും പരിഗണിക്കാം എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. അവരുടെ കാര്യങ്ങൾ നോക്കുന്നവർ എനിക്ക് തന്ന മറുപടി അതാണ്. ഞാനിത് KC വേണുഗോപാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് ടീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇടതുപക്ഷത്തെ പല നേതാക്കന്മാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു മാധ്യമ പ്രവർത്തനം അവർക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹമാണ്, ഞാൻ എടുക്കും. അതിൽ ഏത് ചോദ്യം ചോദിക്കണം എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ജനകീയ കോടതിയിൽ ഈ പറയപ്പെടുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കുന്ന പോലെ അതേ ചോദ്യങ്ങൾ അഖിൽമാരോട് ഞാൻ വളരെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. മൈത്രേയൻ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. മൈത്രേയനോട് ഹാഷ്മി ചോദിക്കുക, ആ പ്രോഗ്രാമിന്റെ രീതിയാണ്. എന്ത് ചോദിക്കണം, ഏത് ചോദിക്കണം എന്നുള്ളത് ആ പ്രോഗ്രാമിന്റെ രീതിയാണ്. അല്ല, ചോദിക്കുന്നതിന്റെ അപ്പുറത്തേക്കും പുള്ളി ഒരു ഉത്തരം പറയുന്നുണ്ട്. ആ ഉത്തരം പറഞ്ഞിട്ട് അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ബാക്കിയായിട്ട് ഇതെങ്ങനെ പ്രാവർത്തികമാക്കും. പൊതുവേ നമ്മുടെ വി.ഡി. സതീശൻ ആണെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമല്ലേ, ഒരു പദ്ധതി പറയുമ്പോൾ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും, വെറുതെ പദ്ധതി ശരി. ഞാൻ ചോദിക്കുന്നത് ഇവിടെ കേരളത്തിലെ 2 നേതാക്കന്മാർ പിണറായി വിജയനും വി.ഡി. സതീശനും നിലവിൽ UDFന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അതായത് നാളെ ആര് അധികാരത്തിലെത്തിയാലും പ്രതിപക്ഷ നേതാവാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോ ക്യാബിനറ്റ് റാങ്ക് കൊണ്ടിരിക്കുന്നു. ഇവിടെ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന്റെ വിഷൻ എന്തായിരുന്നു, അതിൽ എത്ര ശതമാനം അദ്ദേഹം സക്സസ് ആയിട്ടുണ്ട്, നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇനി 10 വർഷങ്ങൾക്ക് ഇപ്പുറം UDFന് അധികാരം കൊടുത്താൽ UDF എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി പറയാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരാളാരാണ്? ഈ പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി UDFനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവാണ് ഇന്റർവ്യൂ ഇരിക്കുന്നത്. അദ്ദേഹം അവരുടെ പാർട്ടിയുടെ വിഷനാണ് പറയുന്നത്. ഞങ്ങളായിരുന്നു അധികാരത്തിലിരുന്നതെങ്കിൽ ഈ നാട്ടിൽ ഇന്ന പദ്ധതികൾ നടപ്പിലാക്കിയതിനായിരുന്നു, ഇവിടുത്തെ സർക്കാരിന് ഇന്ന പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അവർ ചെയ്തതിന് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ വേറൊരു രീതി ആയേനെ. അത് പറയുന്നത് കേട്ടിരിക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ആ അവതാരകം നടത്തിയ വലിയ മനസ്സിനെ കൈയടിക്കുക വേണ്ടേ. അനാവശ്യമായി കയറി ചൊറിഞ്ഞ് അതിനെ കുളമാക്കിയില്ല. വളരെ ക്ലാസ് ആയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പോഡ്കാസ്റ്റ്. ഇപ്പൊ സൈനയിൽ രമേശ് ചെന്നിത്തല ഒരു ഇന്റർവ്യൂ ഇതുപോലെ പോഡ്കാസ്റ്റ് കൊടുത്തു, ഞാൻ കണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാസ്റ്റ് പറയുന്നു, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള രസകരമായ ഒരു പോഡ്കാസ്റ്റാണ്. ഇതിനെ ആ അർത്ഥത്തിലെടുത്താൽ മതി. അപ്പോ അതല്ല, വി.ഡി. സതീശൻ ഇപ്പുറത്ത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും അടക്കമുള്ള നേതാക്കന്മാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് അവരുടേതല്ലാത്ത പദ്ധതികൾക്ക് പോലും PR ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനാണ് തെരഞ്ഞെടുക്കപ്പെട്ട് വെച്ചേക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് ക്യാബിനറ്റ് പദവിയും കൊടുത്ത് പോലീസ് എസ്കോർട്ട് വാഹനവും കൊടുത്ത് ഒരു മന്ത്രിക്കും ഭരണപക്ഷത്ത് കിട്ടുന്ന ഒരാൾക്കും കിട്ടുന്നതിനേക്കാൾ പ്രിവിലേജ് കിട്ടും. മുഖ്യമന്ത്രി കഴിച്ച് അടുത്ത പ്രിവിലേജ് ഉള്ള ആൾ പ്രതിപക്ഷ നേതാവാണ് രാഷ്ട്രീയ സംസ്ഥാനത്ത്. ഇത് ചോദ്യം ചെയ്യാനാണ് അയാളെ വെച്ചേക്കുന്നത്. അയാളുടെ പണിയാണ് ചെയ്യുന്നത്. പിണറായി വിജയൻ ഇപ്പം ധർമ്മട മണ്ഡലത്തിൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു PR ഏജൻസി വെച്ച് പോസ്റ്റർ അടിക്കും, അനൗൺസ്മെന്റ് നടത്തും, സോഷ്യൽ മീഡിയ ചെയ്യും. അത് ചോദിക്കേണ്ട കാര്യം ആർക്കും ഇല്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര രൂപ വരെ ചെലവാക്കാമെന്നൊരു നിശ്ചിത തുക വെച്ചിട്ടുണ്ട്. അതിന് മേളിലേക്ക് എക്സീഡ് ചെയ്താൽ അവർക്ക് ചോദിക്കാം. അല്ലാതെ അത് ചോദിക്കാൻ ആർക്കും അവകാശമില്ല. ഈ പ്രതിപക്ഷ നേതാവിന്റെ
ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്നോ MLA ഫണ്ടിൽ നിന്നോ അതിശക്തം പോഡ്കാസ്റ്റിന് പൈസ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? അദ്ദേഹം പറയുന്നു നിങ്ങൾ തെളിയിക്കൂ. തെളിയിക്കണമെങ്കിൽ ഒന്നെങ്കിൽ VD സതീശന്റെ ഓഫീസ് പറയണം ഞങ്ങൾ ഇത്ര പേർക്ക് കൊടുത്തായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പറയണം കൊടുത്തായിരുന്നു. ഇത് പണം കൊടുക്കാതെ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാ ഈ പണം കൊടുത്ത ആൾക്കാരും വാങ്ങുന്ന ആൾക്കാരും ഇത് ഓപ്പൺ ആയിട്ട് വന്ന് പറയത്തില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് VD സതീശൻ അങ്ങനെ ഒരു ഇന്റർവ്യൂ ആണ് എന്തിനാണ് പണം കൊടുക്കുന്നതെന്നാ. ഞാനടക്കമുള്ള ഇവിടുത്തെ എല്ലാ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും VD സതീശൻ ഇന്റർവ്യൂ എടുത്ത് എടുക്കും. അത് കംഫർട്ടബിൾ ആയിട്ട് എടുക്കും. നോക്കൂ, മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഓൺലൈൻ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ റീച്ചും പേരുമുള്ള മാധ്യമ പ്രവർത്തകൻ ഷാജൻ സ്കറിയാണ്. അദ്ദേഹം ഇന്റർവ്യൂ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഈ വീഡിയോ എടുക്കുന്നതല്ലാതെ. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റിനെ വളരെ കംഫർട്ടബിൾ ആക്കി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്റർവ്യൂ എടുക്കുന്നത്. അത് എന്തിനാണ്? ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവും, ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ആതിര ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, ആതിര എന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ആതിരയോട് എനിക്ക് ചോദിക്കാനുണ്ട്, ആതിര ഭയങ്കര ആന്റി VD സതീശനാണോ? ഇതാണ് എന്റെ മനസ്സിലുള്ള ചോദ്യം. എനിക്ക് വേണമെങ്കിൽ ആതിര പ്രതിപക്ഷ നേതാവിനെതിരല്ലയോ കൂളായിട്ട് ഇങ്ങനെ ചോദിക്കാം, തമാശയൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടമല്ല അല്ലയോ, ഇങ്ങനെ ചോദിക്കാം. ചോദ്യങ്ങൾ എങ്ങനെയും ചോദിക്കാം, എനിക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടിയാൽ മതി. ആ പോഡ്കാസ്റ്റ് നടത്തിയ ആൾക്ക് വേണ്ടിയിരുന്നത് VD സതീശന് ഫ്യൂച്ചറിലേക്കുള്ള അയാളുടെ വിഷൻ എന്താണ്, UDF അധികാരം കിട്ടിയാൽ UDF എവിടെ എത്തുന്നു നിൽക്കും, ഇതായിരുന്നു അയാൾക്ക് അറിയേണ്ടത്. പക്ഷെ ഈ വിഷൻ എന്താണെന്നുള്ളതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഓരോ പദ്ധതികളും മനോഹരം തന്നെയായിരുന്നു, മനോഹരമായ പോഡ്കാസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഒരു പദ്ധതിയെ പറ്റി പറയുമ്പോൾ ഓക്കെ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് അത് പറഞ്ഞാലല്ലേ ജനങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു പദ്ധതിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളതും ഈ പറയുന്ന രീതിയിൽ ഈ CPM പേജുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. എന്നുവെച്ചാൽ എല്ലാ പദ്ധതികളും പറയുന്നുണ്ട് ഓക്കെ മനോഹരമായ പദ്ധതികളാണ്, അല്ലെങ്കിൽ സർക്കാരിനെ വിലയിരുത്തുന്നുണ്ട്, ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു അങ്ങനെ ഒരു ഇടതുപക്ഷ പേജും പറഞ്ഞിട്ടില്ല മനോഹരമായിരുന്നു, ബോറായിരുന്നു എല്ലാ പേജുകളും. ഞാൻ കണ്ട പേജുകളൊക്കെ അല്ല, പേജുകളല്ല പോഡ്കാസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റ് വളരെ മനോഹരം. അത് VD സതീശൻ തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുണ്ട്, മനോഹരമായ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായ ഒരു രീതിയിൽ ഓപ്പൺ അപ്പ് ആയിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചൊരു പോഡ്കാസ്റ്റ് ആണിത്. അപ്പൊ അതിനകത്ത് ഓരോ പദ്ധതികളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ഒരു വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞത് ആ ഒരു മാനേജ്മെന്റ് പറഞ്ഞതിന് ശേഷം അത് എങ്ങനെ മാനേജ് ചെയ്യാം, ഈ കേരളിനെ പറ്റി വന്നപ്പോൾ ഉള്ളത് ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പ്രതിപക്ഷം അങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ അതേപോലൊരു ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ടും അവിടെ വ്യത്യാസമുണ്ട്. VD സതീശൻ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ VD സതീശൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട്, അതിന് അതിൻ്റെതായ പഠനങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണ്. കേരളയിൽ വ്യത്യാസമുണ്ട്. കേരളയിൽ വലിയ പഠനങ്ങൾ നടത്തി കൃത്യമായി ഏത് റൂട്ടിൽ കൂടി പോകുന്നു, അവിടെ ഉണ്ടാകാവുന്ന പാരിസ്ഥിതികാഘാത പഠനം അടക്കം നടത്തിയിട്ടാണ് ആ പദ്ധതിയുമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി കഴിഞ്ഞു അവിടെ എന്തിന് പദ്ധതിയുടെ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖജനാവിൽ നിന്ന് പണം പോയി. സോ ഉത്തരം പറയാൻ ആരും ഉണ്ടാവണം, ഭരണപക്ഷം ഉണ്ടാവണം. നാളെ VD സതീശൻ അധികാരത്തിൽ എത്തുന്നിരിക്കട്ടെ, മുഖ്യമന്ത്രിയാവുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് എത്തുന്നതോ മറ്റൊരാൾ മുഖ്യമന്ത്രിയാവുകയോ ചെയ്തിരിക്കുമ്പോൾ ഇയാൾ ഈ പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കടൽ മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷനെ പറ്റി സംസാരിച്ച പദ്ധതി അവരൊരു ഏജൻസി വെച്ച് അതിൽ പഠനം നടത്തും. അതിന് വന്നാൽ നല്ലതും മോശവും എന്താണ് എന്നവർ പഠിക്കും. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വരേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ്. അത് അയാളുടെ ഇഷ്ടമാണ്. എങ്ങനെയാണ് അത് ചോദിക്കാൻ പറ്റുക? വളരെ പാമ്പർ ചെയ്യപ്പെടുന്ന. ശരി, പന്ന്യൻ രവീന്ദ്രന്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു ചോദ്യമാണ്, ആതിര ചോദിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു ചോദ്യമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അങ്ങയെ CPM ബലിയാടാക്കിയതല്ലേ? അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നണി നിന്നുകൊണ്ട് CPM ചെയ്തിരുന്നു? CPI പ്രവർത്തകർ മാത്രമല്ലേ അങ്ങയ്ക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചത്? ഈ ഒരു ചോദ്യം ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിച്ചു. ശരിക്കും അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയായിരുന്നു. ഒരു ചോദ്യം എന്ന രീതിയിൽ ഞാൻ ആദ്യം ഇലക്ഷനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം പുള്ളിക്കാരന് അതിനാദ്യമായിട്ടാണ് VSന്റെ മരണത്തിന് ശേഷം പുള്ളി പറഞ്ഞു, VSന്റെ ഒരു മരണത്തിന് ശേഷം ഞാൻ ഇതുവരെ ഒരു മാധ്യമങ്ങളെ കണ്ടിട്ടില്ല, ഞാൻ വളരെയധികം തകർന്നു പോയി, എനിക്കൊരു ബൈറ്റ് കൊടുക്കാൻ പോലും സാധിച്ചില്ല, അതിനുശേഷം ഒരു അപകടമൊക്കെ സംഭവിച്ച് ഞാനൊന്ന് ഓവർകം ചെയ്തിട്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, അപ്പൊ ആദ്യമായിട്ട് ഞാനാണ് കാണുന്നത്. അപ്പൊ പുള്ളി വളരെ ഇമോഷണൽ ആയിട്ട് ഇതൊക്കെ പറഞ്ഞു. ഇലക്ഷനെ പറ്റി സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് ഇലക്ഷനെ പറ്റിയിട്ട് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, എനിക്കിത് മാത്രമേ പറ്റുള്ളൂ, ഇതിന്റെ അല്ലാതെ ഇലക്ഷനെ. അപ്പൊ ഈ പറയപ്പെടുന്ന അതിശക്തം പോഡ്കാസ്റ്റുകാരനും VD സതീശനും തമ്മിൽ ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അയാളുടെ ഇഷ്ടമാണ് അയാളുടെ പോഡ്കാസ്റ്റിൽ എന്ത് കൊടുക്കണം. ഇവിടുത്തെ ചൊറിച്ചിലിന്റെ പ്രശ്നം ഇതൊന്നുമല്ല. ഇടതുപക്ഷ പ്രൊഫൈലുകൾക്ക് ചൊറിച്ചിലുണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റ് ഇവർക്ക് പ്രശ്നമില്ലല്ലോ, കാരണം അതിനുണ്ടാക്കിയൊരു ഹൈപ്പ് ഉണ്ട്. ഈ പറയപ്പെടുന്ന VD സതീശന്റെ പോഡ്കാസ്റ്റ് ഓൺലൈനുകളിൽ ഉണ്ടാക്കിയ ഇത്രയും നാൾ ലക്ഷങ്ങൾ മുടക്കി പലരും ചെയ്തു വെച്ച പല വീഡിയോ ഇതിന് പൈസ മുടക്കുണ്ട്. അയാൾക്ക് വെറുതെ ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. ക്യാമറമാൻ വേണം, ക്യാമറ വേണം, മറ്റു കാര്യങ്ങൾ വേണം. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കിയപ്പോൾ ഒരു ഇനീഷ്യൽ പുള്ളിങ് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്.
വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് അവസാനം വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് അതിന്മേൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നത്. നാളെ ഞാനിപ്പോഴും പറഞ്ഞു എത്രയോ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ പോഡ്കാസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ചാനലിൽ തന്നെ വരും ദിവസങ്ങളിൽ ഒരുപാട് പേർ ഇൻ്റർവ്യൂസ് വരാൻ പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതാണ് എൻ്റെ കൃത്യമായ ഉത്തരം. എല്ലാവരും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ PR സംവിധാനങ്ങളെ ഉപയോഗിക്കാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അയാൾ പരാജയമാണെന്ന് ഞാൻ പറയും. കാലത്തിനനുസരിച്ച് ടെക്നോളജിക്ക് അനുസരിച്ച് വളരാൻ പറ്റിയില്ലെങ്കിൽ ഈ നാടിനെ എങ്ങനെയാണ് ഒപ്പം നിന്ന് കാലത്തിനൊപ്പം പിടിച്ചു കയറ്റാൻ പറ്റുക? പക്ഷെ നമ്മൾ PR ചെയ്യുമ്പോൾ വേറൊരാൾ PR ചെയ്യുന്നത് നമുക്ക് വിമർശിക്കാനുള്ള ഒരു രീതിയിലല്ലോ. എങ്ങനെ? അല്ല, പ്രതിപക്ഷത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പുറത്ത് ഫുള്ള് PR അത് ഖജനാവിൽ നിന്ന് പണം എടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. സാധാരണക്കാരന്റെ, ലോട്ടറി കച്ചവടക്കാരന്റെ, മദ്യം കുടിക്കുന്ന മദ്യപാനിയുടെ, വീട്ടമ്മയുടെ, മീൻ കച്ചവടക്കാരന്റെ, കശുവണ്ടി തൊഴിലാളിയുടെ, കർഷക തൊഴിലാളിയുടെ ഒക്കെ പണം, അവൻ ഖജനാവിലേക്ക് കൊടുക്കുന്ന പണം എടുത്ത് PR ചെയ്യുന്നതിലാണ് വിഷയം. ഇവിടുത്തെ വാർദ്ധക്യ പെൻഷൻ കൊടുക്കാൻ, ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്നും പറഞ്ഞ് എണ്ണയടിക്കുന്നവരെ ഞാൻ ഒരു ദിവസം എത്ര രൂപ വാർദ്ധക്യ പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? എൻ്റെ നമ്മുടെ ഓഫീസിലെയും എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനുമായി ഒരു ദിവസം ഓൺ ആൻഡ് ആവറേജ് 1500 രൂപയുടെ പെട്രോൾ അടിക്കുന്ന ആളാണെന്ന് ഞാൻ കരുതുക. 1 ലിറ്റർ പെട്രോളിന് 110 രൂപയാണ്. അതിൽ നിന്ന് 2 രൂപ വെച്ചിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ഇവിടുത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സെസ് കൊടുക്കുന്നുണ്ട്, മറ്റു നികുതികൾക്ക് പുറമെ. അപ്പോൾ ഈ 1500 ഒരു 14 ലിറ്റർ പെട്രോൾ അടിക്കുക എന്ന് വെച്ചോ, 28 രൂപ വെച്ച് ഡെയിലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ കൊടുക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ മലയാളി, ഓരോ സാധാരണക്കാരനും, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ഒക്കെ. ആ പണം എടുത്തുകൊണ്ട് പോയി നിന്റെ PR ചെയ്യുന്നതിലാണ് ഇവിടെ എതിർപ്പുള്ളത്. ഇപ്പൊ VD സതീശൻ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ VD സതീശൻ ഓൺ അക്കൗണ്ടിൽ നിന്നായിരിക്കില്ലേ? ആയിരിക്കില്ലേ? ആർക്കാ കുറ്റം പറയാൻ പറ്റുക? ഇല്ല. അത് ഞാൻ ഉണ്ടെങ്കിലും തെളിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? മറ്റേ ചെയ്ത ആള് പറയുന്നു നിങ്ങൾ തെളിയിച്ചിട്ട് വാ, 10 ലക്ഷം രൂപ തന്നേക്കാം. ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം ഉണ്ടാവുക? അപ്പൊ ഇതിന് ഉണ്ടായ ഒരു ഹൈപ്പ്, ഇതിനെ അദ്ദേഹത്തിന്റെ പേജുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മാനേജ് ചെയ്യുന്ന പേജുകൾ പ്രചരിപ്പിച്ചൊരു രീതി, ഇതിനോട് അസൂയ പൂണ്ട ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ.